നമസ്കാരം. ഗ്രഹണി പിള്ളാർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയുള്ള ആർത്തിയാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈയിടെയായി. 1.5 മാസം മുൻപ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി. കോഴിക്കോട് സ്വദേശിയായ അർജുനെയും അദ്ദേഹം ഓടിച്ചിരുന്ന ലോറിയെയും കാണാതായതോടെ എല്ലാവരും ഷിരൂരിൽ തമ്പടിച്ച് റിപ്പോർട്ടിംഗ് തുടങ്ങി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ച് ഈ വാർത്തയ്ക്ക് തീവ്രത കുറഞ്ഞതോടെയാണ് അടുത്തൊരു വാർത്ത കാത്തിരിക്കുന്നതിനിടയിൽ വയനാട് ഉരുൾപൊട്ടലുണ്ടായത്. നേരെ ഷിരൂരിൽ നിന്ന് ഉള്ളതെല്ലാം കെട്ടിപ്പറക്കി വയനാട്ടിലെത്തി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. അപ്പോഴേക്കും അതാ വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. അന്നു മുതൽ സിനിമാക്കാരുടെ പിന്നാലെയായി ഈ മാധ്യമ പരീക്ഷകളെല്ലാം. പക്ഷേ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്കനുസരിച്ച് മാത്രമാണ് ഏതോ ശക്തി നിയന്ത്രിക്കുന്ന തരത്തിൽ അവരൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മിനിഞ്ഞാന്ന് തൃശ്ശൂർ രാമനിലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മൈക്കുകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രകോപനപരമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതും അദ്ദേഹം പൊട്ടിത്തെറിച്ച് ഒരു മാധ്യമപ്രവർത്തകനെ തള്ളിമാറ്റിയതും. ഇത് വലിയ വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിച്ചത്. തീർച്ചയായും നിസ്സാരമായി കാണാവുന്ന ഒരു സംഭവമായിരുന്നു അത്. പക്ഷേ മാധ്യമങ്ങളെല്ലാം ഇതിനെ വലിയൊരു വാർത്തയാക്കി. 24 ചാനലിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്ത സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതായിരുന്നു. ഇതിനുശേഷം സുരേഷ് ഗോപിക്കെതിരെ വളരെ വ്യാപകമായ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ അന്തം കമ്മി ഗ്രൂപ്പുകളിലുമൊക്കെ നടന്നു. അപ്പോഴേക്കും ഇതാ KUWJ കേരള പത്രപ്രവർത്തക യൂണിയനൊക്കെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ ആവശ്യം സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തൻ്റെ അംഗരക്ഷകൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ചില മാധ്യമപ്രവർത്തകർ, അതുകൊണ്ട് അവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന ചില മാധ്യമപ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഇതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തകർ പരാതി നൽകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാൻ കാരണമായതു തന്നെ ഒരു വനിതാ മാധ്യമപ്രവർത്തകയുടെ പരാതി കാരണമാണ്. തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു മാധ്യമപ്രവർത്തക കേസ് കൊടുത്തതോടുകൂടിയാണ് സുരേഷ് ഗോപിക്ക് പിന്തുണ വർദ്ധിച്ചതും അദ്ദേഹം മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചതുമൊക്കെ. എന്തായാലും ആ മാധ്യമപ്രവർത്തകയുടെ പേരൂടെ പറഞ്ഞ് കൂടുതൽ പ്രശസ്തയാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയും സുരേഷ് ഗോപിയുടെ ജനപിന്തുണ ഇല്ലാതാക്കുക, സുരേഷ് ഗോപി എവിടെയൊക്കെ മോശക്കാരനാക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ മോശക്കാരനാക്കുക എന്നുള്ളൊരു പ്രത്യേക അജണ്ടയോടുകൂടിയാണ് മലയാളത്തിലെ മാധ്യമ പരീക്ഷകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാധ്യമപ്രവർത്തകർ എല്ലാവരോടും ഇതേ നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് എന്നാണ്. കാരണം പിണറായി വിജയൻ എത്രയോ തവണ പട്ടിയെപ്പോലെ ആട്ടിപ്പായിച്ചു ഈ മാധ്യമപ്രവർത്തകരെ. മാറി നിൽക്കങ്ങോട്ട്, കടക്കപ്പുറത്ത് എന്നൊക്കെ പിണറായി വിജയൻ മുഖത്ത് നോക്കി ആട്ടിയപ്പോൾ ചോദിക്കണമായിരുന്നു, ഞങ്ങൾ വന്നത് പിണറായിക്കാരൻ വിജയൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തല്ല, ഞങ്ങൾ വന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി കവർ ചെയ്യാനാണ്, അത് റിപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളെ ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല, പക്ഷേ ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാനുള്ള ആർജവം ഈ കൂടി നിന്ന പിണറായി വിജയൻ ആട്ടിപ്പായിച്ചപ്പോൾ പട്ടി ഇറങ്ങി പോകുന്നത് പോലെ നാണം കെട്ടിറങ്ങിപ്പോയ ഒരൊറ്റ മാധ്യമ പരീക്ഷകൾക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്നതുപോലെയാണ് പിണറായി വിജയനെ കാണുമ്പോൾ ഇവരുടെ കാര്യം. പത്രസമ്മേളനങ്ങളിൽ പോലും അറിയാം, പിണറായി വിജയനോട് ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും വളരെ ഭയപ്പാടോടു കൂടിയാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. കാരണം ഏത് രീതിയിലുള്ള പ്രതികരണമാണ് അവിടുന്ന് വരുന്നതെന്ന് അറിയില്ല. കാരണം അല്ലെങ്കിൽ ഏതൊരു കേസ് എന്ത് കേസാണ് ഇനി അടുത്ത് തൻ്റെ പേരിൽ വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സഹയാത്രികർ നിയന്ത്രിക്കുന്ന അവരുടെ പത്രപ്രവർത്തക സംഘടനയുടെ അജണ്ടയായിരിക്കാം ഇത്തരത്തിൽ പിണറായി വിജയനോട് എതിർത്തൊരക്ഷരം പറയരുത്, അല്ലെങ്കിൽ CPM നേതാക്കളോട് എതിർത്തൊരക്ഷരം പറയരുത് എന്നുള്ളതൊക്കെ. അത് പിണറായി വിജയനോട് മാത്രമല്ല, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനോടായാലും പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനോടായിരുന്നാലും മറ്റേതൊരു മന്ത്രിയോടായിരുന്നാലും ഇത്തരത്തിൽ തന്നെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ പെരുമാറ്റം. കാരണം സുരേഷ് ഗോപിയോട് ഒരു രീതി, മറ്റുള്ളവരോട് മറ്റൊരു രീതി. അപ്പോൾ ഇവരൊക്കെ നടത്തുന്നത് എന്തുതരം മാധ്യമ പ്രവർത്തനമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ഇതിൽ എടുത്തു പറയേണ്ടത് 24ൻ്റെ. കാരണം ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യാനെറ്റിനെ പിന്തള്ളിക്കൊണ്ട് 24 ചാനൽ 1-ാം സ്ഥാനത്തെത്തി. അത് നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ ഏത് രീതിയിലുള്ള മാധ്യമ പ്രവർത്തനവും നടത്തും, അത് അവരുടെ ബിസിനസ്സാണ്. ഇവരൊക്കെ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം CMDRF ഫണ്ടിനെക്കുറിച്ച് വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് 24 ചാനലിൻ്റെ നിലപാടൊന്നായിരുന്നു. എന്നാൽ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം 24 ചാനലിൻ്റെ നിലപാട് മറ്റൊന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ സംവിധായകനായ
അഖിൽ മാരാർ അദ്ദേഹത്തെ വിളിച്ച് ഹാഷ്മി താജ് ഇബ്രാഹിം, എനിക്ക് അദ്ദേഹത്തോട് വളരെ ഇഷ്ടവും ബഹുമാനവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്തയുടെ ഇൻട്രോയൊക്കെ പലതവണ നമ്മളൊക്കെ കണ്ടിരുന്നു പോകും. അത്തരത്തിലുള്ള ഒരു ഇൻട്രോയാണ്. ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്, വ്യക്തിപരമായി ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഒരു നിലപാടുണ്ട് എന്നാണ്. പക്ഷേ അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കേണ്ടി വരുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും അഖിൽ മാരാറെ വിളിച്ച് നടത്തിയ ഒരു ചർച്ചയിൽ അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് ഒരു വീഡിയോ ആ പരിപാടി അവർ സംപ്രേഷണം ചെയ്തത്. CMDR ഫണ്ടിനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന 24 ചാനലിന് പെട്ടെന്നൊരു ദിവസം വയനാട് ദുരന്തമുണ്ടായപ്പോൾ നിലപാട് മാറി. CMDR ഫണ്ടിനെ പോലെ മികച്ച മറ്റൊരു ഒരു ഫണ്ടില്ല, അത് സുതാര്യമാണ്, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, ഇവർക്കെതിരെ പറയുന്നു. അതായത് CMDR ഫണ്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരാണ് ഈ രാജ്യദ്രോഹികൾ, സംസ്ഥാന ദ്രോഹികൾ, പിണറായി വിരോധികൾ എന്നൊക്കെ തരത്തിലുള്ള ഒരു പരാമർശമാണ് ഉളുപ്പില്ലാതെ വന്നു നിന്ന് ഈ ശ്രീകണ്ഠൻ നായരൊക്കെ നടത്തിയത്. ഹാഷ്മി താജ് ഇബ്രാഹിം ഇതെല്ലാം കണ്ട് മൂകസാക്ഷിയെ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലത്തേക്ക് നോക്കിയുള്ള കുനിഞ്ഞുള്ള നിൽപ്പ് തന്നെ കാണുമ്പോഴറിയാം അദ്ദേഹം ഇത്തരത്തിൽ നിർബന്ധിതനായി അവിടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ പെരുമാറ്റം. KUWJ ഇപ്പോൾ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു നിലപാടുമൊക്കെയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ KUWJ ആണ് ഇവിടെ സിദ്ദിഖാപ്പൻ എന്ന് പറയുന്ന ഹത്രാസിൽ പോയി UAPA കേസിൽപ്പെട്ട് 1.5 വർഷം ജയിലിൽ കിടന്ന ഒരു പത്രപ്രവർത്തകന് വേണ്ടി സുപ്രീം കോടതിയെ വരെ സമീപിച്ചതും ഇവിടെ പരസ്യമായി പ്രതിഷേധം നടത്തിയതുമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഇവരുടെ നിലപാടുകൾ ഒരേ തരത്തിലുള്ളതായിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ഒരേ തരത്തിലുള്ളതല്ല. ഇവർക്ക് കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന, ചിലരെയൊക്കെ വെള്ളപൂശുകയും ചിലരെയൊക്കെ താറടിച്ചു കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് ഈ പറയുന്ന ചാനലുകാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. പക്ഷേ ഇവരൊക്കെ ഈ മാധ്യമ പ്രവർത്തന രംഗത്തോട് കാണിക്കുന്ന അവഹേളനമാണിത്. കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന നീതികേടും നന്ദികേടുമാണിത്. കാരണം ഇവരെയൊക്കെ വളർത്തി ഈ ഒരു സ്ഥാനത്ത് എത്തിച്ചത് കേരളത്തിലെ പ്രേക്ഷകരാണ്. അത് കാര്യം അവർക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. മുമ്പൊക്കെ വാർത്തകളിൽ ഒരു 75% വിശ്വാസ്യതയുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസ്യതയൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ 90% വിശ്വാസ്യതയും പ്രേക്ഷകർക്ക് ഈ മുൻനിര ചാനലുകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. തങ്ങളുടെ അജണ്ട തങ്ങളുടെ പ്രേക്ഷകരായ പൊതുസമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അജണ്ടയും ശ്രമവുമൊക്കെയാണ് ഈ ചാനലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ അജണ്ട എന്താണെന്ന് അവർ അറിയുന്നുണ്ട്. തങ്ങൾ കബളിപ്പിക്കപ്പെടുന്നത് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള കാര്യമെങ്കിലും ഇനി ഈ പറയുന്ന മുൻനിര മാധ്യമങ്ങൾ മനസ്സിലാക്കണം, ചാനലുകാർ മനസ്സിലാക്കണം. കാരണം എല്ലായ്പ്പോഴും ഇതൊക്കെ കണ്ടും സഹിച്ചും കേരളത്തിലെ ജനങ്ങൾ ഇരുന്നു എന്ന് വരില്ല. അവർ എന്തായാലും പ്രതികരിക്കും. കാരണം നിങ്ങളുടെ ചാനൽ ഒരു പൂക്കുറ്റി പോലെയാണ്. ഈ പൂക്കുറ്റിക്ക് ഒരു നമ്മുടെ ദീപാവലി സമയത്തൊക്കെ വാങ്ങുന്ന പൂക്കുറ്റിക്ക് ഒരു ആയുസ്സുണ്ട്. കാരണം കത്തിച്ചു കഴിഞ്ഞാൽ അത് നിമിഷ നേരം കൊണ്ട് വളരെ പ്രഭാപൂരിതമായി മുകളിലേക്ക് ഉയർന്നു പോകും. അതിനുശേഷം നിമിഷങ്ങൾക്കകം കത്തി അണഞ്ഞത് താഴേക്ക് വീഴും. ആ നിലയിലേക്ക് ഈ കേരളത്തിലെ ചാനലുകൾ അല്പമെങ്കിലും നിഷ്പക്ഷത പാലിച്ചിരുന്നത് ഈ പറയുന്ന ഏഷ്യാനെറ്റ് മാത്രമാണ്. എന്നാൽ വാസ്തവ വിരുദ്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 24 ചാനലും അതുപോലെ റിപ്പോർട്ടർ ചാനലും ഒക്കെ 1ാം സ്ഥാനത്തേക്കൊക്കെ എത്തിയത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല. പക്ഷേ എന്തായിരുന്നാലും ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കരുത്. ഇത്തരത്തിൽ വ്യഭിചരിക്കുന്നവരെ, മാധ്യമ പ്രവർത്തന രംഗത്തെ വ്യഭിചരിക്കുന്നവരെ കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധിവരെ സഹിക്കും. അത് കഴിയുമ്പോൾ ഈ മൈക്കും തൂക്കി ക്യാമറയും എടുത്ത് പൊതുനിരത്തിൽ ഇറങ്ങാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്നുകൂടി നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് തന്നെ നല്ലത്.